എൻ്റെ സിജു വിൽസനാണ് എൻ്റെ ഹീറോ. അതിനുള്ള ഒരു സന്തോഷമുണ്ട്. കാരണം എനിക്കറിയാം, എൻ്റെ കഴിഞ്ഞ ചിത്രം 2022 ഓണത്തിന് ഇറങ്ങിയ 19-ാം നൂറ്റാണ്ട്. ഞാൻ ഒത്തിരി പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരു 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 ട്രാൻസ്ഫോർമേഷൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി നടത്താനായിട്ട് അന്ന് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം, എനിക്ക് തോന്നുന്നു, ഞാനത് പറയുമ്പോൾ സിജു പോലും ബോധം കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷർട്ടൂരി എന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു വളരെ സ്ലിമ്മായൊരു ബോഡിയായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ ഞാനിത് 6 മാസം വേലായുധപ്പണിക്കരാക്കും എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 3 മാസം കഴിഞ്ഞപ്പോൾ സിജു വന്ന് അല്ലേ ഒരു ഷോ കാണിച്ചു. ഭയങ്കര. അപ്പോൾ അതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ക്യാരക്ടറിന് വേണ്ടി സിജു മാറിയത്. പിന്നെ കുതിരപ്പുറത്തൊക്കെ നിങ്ങളിത് കണ്ടു കാണുന്നു, ചാടി വന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ഓടിക്കയറുക, അല്ല ഞെട്ടിച്ചു കളഞ്ഞു നമ്മളെയൊക്കെ. അപ്പം അത് മാത്രമല്ലല്ലോ, ആ അധ്യക്ഷനമൊക്കെ ചെയ്തു മാത്രമല്ല, ഒരു ചരിത്ര കഥാപാത്രത്തെ നമ്മുടെ നാട്ടിൽ സൂപ്പർ സ്റ്റാറുകൾ മാത്രം ചെയ്ത് അത്തരം ഫിഗേഴ്സ് അത് ചെയ്ത് കണ്ടിട്ടുള്ള നമ്മളെ ഒരു കൊച്ചു ചെറുപ്പക്കാരനെ വെച്ചിട്ട് അത് ചെയ്തിട്ടത് കയ്യടി മേടിച്ചു എന്നുള്ളിടത്താണ് സിജുവിൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിജുവിൻ്റെ ഒരു കഴിവ് ഞാൻ പറയുന്നത്. അവിടെ വലിയിൽ അതിൻ്റെ ഒരു സെൽഫ് മാർക്കറ്റിങ്ങും അവിടെ നിൽക്കാനും ഒക്കെ ആയിട്ട് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം സിജു അതുപോലൊരു വലിയ സംഭവം ചെയ്തിട്ടും സിജുവിനെ ഒരു എന്താ പറയുക, ആ ചെയ്ത എഫർട്ടിന് അനുസരിച്ചുള്ള ഒരു വാക്കുകളോ ന്യൂസുകളോ ഒന്നും വന്നില്ല. എനിക്കത് വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വേണോ ഇനി അതിലും വലിയൊരു പടമായിട്ട് വരേണ്ടതെന്ന് ചിന്തിക്കുകയാണ്. വന്നിരിക്കും സിജുവിന് വേണ്ടി. അതിനുള്ള പ്ലാനുണ്ട് കേട്ടോ ഗോപി, അതിനുള്ള പ്ലാനുണ്ട്. ഒരു വലിയ ചിത്രം പ്ലാൻ ചെയ്യാൻ